പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തില് നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തെ വായിക്കണം. ദൈവവചനത്തിൽ വചനമാണ് ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം പുറപ്പെടുമ്പോഴാണ് വചനമാകുന്നത്, അല്ലേ? അല്ലെങ്കിൽ അക്ഷരമെന്ന് നമ്മൾ പറയുന്നത്, എഴുതി വെച്ചിരിക്കുമ്പോൾ അക്ഷരമെന്നാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, അക്ഷരത്തിന് ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാർ. അക്ഷരം കൊല്ലുന്ന, ആത്മാവ് ജീവിപ്പിക്കും. അക്ഷരത്തിന് അതീതമായി പറയുമ്പോൾ അത് ആത്മാവായി വചനമായി തീരുന്നു. അത് നമ്മിൽ പരിവർത്തനം ഉണ്ടാക്കും, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ കരമാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം വചനത്തെ സ്നേഹിക്കുന്നു, അത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തെക്കുറിച്ചുള്ള അറിവും നാം ആരാണെന്നുള്ള അറിവും ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ടാവും. നമുക്ക് എത്രത്തോളമാണോ ദൈവത്തെക്കുറിച്ച് അറിയുന്നത്, അത്രത്തോളം ഭക്തന്മാരായിട്ട് മാറും. എത്രത്തോളമാണോ നാം നമ്മളെക്കുറിച്ച് അറിയുന്നത്, അത്രത്തോളം നമ്മൾ പ്രൈഡ് ഉള്ളവരായിട്ട് മാറും. പക്ഷെ എപ്പോഴാണോ ദൈവത്തെക്കുറിച്ചും എന്നിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് അറിയുന്നത്, അപ്പോഴാണ് നമ്മൾ ആത്മീകരായിട്ട് മാറുന്നത്. നമുക്ക് ദൈവമക്കളാണെന്നുള്ള പദവിയിലേക്ക് നാം വരുന്നത് എന്നിൽ ദൈവം വസിക്കുന്നു എന്ന ബോധ്യത്തിന്. അപ്പൊ അതിന് ദൈവവചനമാണ് അതിന് ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഡെയിലി ഓരോ ദിവസവും വചനം വായിച്ച്, വചനം ധ്യാനിച്ച് നമ്മുടെ ഉള്ളിൽ ഈ വചനത്താൽ ഉണ്ടാകുന്ന ഒരു സ്വാതന്ത്ര്യം, തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അത് ആർക്കും, ഒരു വ്യക്തിയോടും അത് പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കത്തില്ലത് ആത്മാവിലുണ്ടാകുന്ന സന്തോഷം. അതായത് പ്രിയപ്പെട്ടവർ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിനാൽ നാം ദൈവത്തോട് നിരപ്പാകുകയും ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ഒരേ ആത്മാവായിട്ട് നമ്മൾ മാറിയിരിക്കും. അപ്പൊ അത് വലിയ ഭാഗ്യവും പദവിയുമാണ്. അതിന്റെ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റും. അത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ അസ്വസ്ഥമാകുന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്നിരുന്ന സകല പ്രതിസന്ധികളെയും പരിശുദ്ധാത്മാവിൽ എപ്പോഴാണോ നമ്മൾ മനസ്സിലാക്കുന്നത്, ജീവിതത്തിന്റെ അവസ്ഥ മാറും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവജനം പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ സാധിക്കും, ആദാം ഹവ്വയും പാപം ചെയ്തപ്പോൾ മരിച്ചു. വചനം എങ്ങനെ എഴുതിയിരിക്കുന്നത്, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ അവരുടെ ജീവിതത്തിലുണ്ടായ മരണം എന്ന് പറയുന്നത് ദൈവത്തിനുണ്ടായിരുന്ന സ്ഥാനം, അതായത് ദൈവം അവരിൽ വസിച്ചിരുന്ന ദൈവീകത അല്ലെങ്കിൽ ഡിവിനിറ്റി, ദൈവത്തിന്റെ അംശം, ദൈവാംശം, അത് ഹല്ലേലൂയ അത് ഇനാക്റ്റീവായി. കാരണം അവന്റെ മനസ്സ് അഥവാ അവന്റെ സോൾ ആക്റ്റീവ് ആകുകയും സ്പിരിറ്റ് പാസീവ് ആവുകയും ചെയ്യും. എന്നാൽ ആ മനുഷ്യൻ എങ്ങനെ തിരിച്ചു വരണമെന്ന് അറിയത്തില്ല. ജീവൻ പ്രാപിക്കാൻ എങ്ങനെയാണ് ജീവൻ പ്രാപിക്കേണ്ടത് എന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം ന്യായപ്രമാണത്തെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അപ്പം ആദാമിന്റെ തലമുറയുടെ ഹൃദയത്തിലെ ഒരു അംബീഷൻ, ആഗ്രഹം എന്ന് പറയുന്നത് ചെയ്ത് ജീവിക്കുക, എങ്ങനെങ്കിലും കാര്യങ്ങളെ ചെയ്ത് ജീവൻ പ്രാപിക്കുക എന്ന നിലയിൽ ആഗ്രഹമുള്ളവരായിട്ട് അവർ മാറി. അപ്പൊ അവര് പ്രവർത്തിക്കാൻ തുടങ്ങി, അവര് ചെയ്യാൻ തുടങ്ങി. അവര് ആ കൊടുത്ത പ്രമാണങ്ങൾ അനുസരിച്ച് കാര്യങ്ങളെ പ്രവർത്തിച്ച് എങ്ങനെങ്കിലും അവിടെ എത്താനായിട്ടുള്ള പരമാവധി ശ്രമം അവിടെ നിന്നുണ്ടായി. ആ പരിശ്രമം, അവരുടെ ശ്രമം വിഫലമായി തീർന്നു എന്ന് തന്നെ വേണേ പറയാം. കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അതാണ് പറയുന്നത്, ന്യായപ്രമാണത്തിന് കഴിയാതെ പോയതിന്, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതെ പോകും. ജഡത്താലുള്ള ബലഹീനത. അപ്പൊ അവിടെ ജഡത്താലുള്ള ബലഹീനത എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശക്തിയെക്കാളും ശക്തമായി ഇടപെടും. നിശ്ചയമായിട്ട് നമ്മളെക്കാൾ ശക്തനാണ് പരിശുദ്ധാത്മാവ്. എന്നാൽ ദൈവജനത്തിൽ പറയുന്നത്, അവര് ദൈവജനം അവരുടെ യാത്രാമധ്യയെ കുറിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാണ്, അവർ പരിശുദ്ധാത്മാവിനോട് മത്സരിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവിനോട് എതിർത്തു നിന്നു. അപ്പൊ അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെട്ടില്ല എന്നാണ്. അപ്പൊ ആത്മാവ് അവിടെ അവരുടെ മാനുഷികമായ അവരുടെ അക്സെപ്റ്റൻസ്, അവരുടെ അനുവാദമില്ലാതെ ശക്തിയോട് കയറി ഇടപെട്ടു എന്നല്ല കാണുന്നത്, അവരെ എതിർത്തു നിന്നുകൊണ്ട് മത്സരിച്ചത് കൊണ്ട് ദൈവാത്മാവ് ഇടപെട്ടില്ലെന്നാണ്. ഇപ്പൊ ജഡം തന്നെയല്ലോ. നമ്മള് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്,
എന്റെ ആത്മാവ് സദാകാലം അവരോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, മനുഷ്യൻ ജഡം തന്നെയുള്ളൂ. അപ്പൊ ആത്മാവിന്റെ ശബ്ദത്തിനപ്പുറമായി മനസ്സിന്റെ തോന്നലുകൾക്കും ഇച്ഛകൾക്കും ഇടം കൊടുത്ത സ്ഥലത്താണ് മനുഷ്യൻ ജഡം എന്ന നിലയിലേക്കായി തീർന്നത്, ജഡമായി മാറി. അങ്ങനെ ജഡമായി തീർന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജഡത്തിന്റെ ജീവൻ, അതായത് ജഡം നഷ്ടപ്പെട്ട് ജഡമായി തീർന്ന മനുഷ്യനിൽ ജീവൻ നൽകാനായിട്ട് അവർക്ക് എങ്ങനെ ജീവൻ പ്രാപിക്കണമെന്ന് അറിയില്ല. അപ്പോഴാണ് കർത്താവ് ന്യായപ്രമാണത്തെ കൊടുത്തു. എന്നാൽ ജഡത്തിന്റെ ബലഹീനത എന്താണെന്നറിയോ? പരിശുദ്ധാത്മാവോട് എതിർത്ത് നിൽക്കുക. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ദൈവശബ്ദം. അവർക്ക് ന്യായപ്രമാണം അറിയാം, പക്ഷെ അവരുടെ ആത്മാവിൽ അവരുടെ ജഡം ബലഹീനമായിരുന്നുകൊണ്ട് ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ആത്മാവിലല്ലാതെ ഒരാൾക്ക് ന്യായപ്രമാണത്തെ നിവർത്തിപ്പാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിനാൽ അല്ലാതെ ഒരാൾക്ക് ന്യായപ്രമാണത്തെ നിവർത്തിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവം ന്യായപ്രമാണം കൊടുത്തവനായ ദൈവം പിന്നത്തതിൽ കർത്താവ് പറയുന്നൊരു വാക്യം ഇതാണ്. നമുക്കറിയാം, റോമാലേഖനം 10:4 അനുസരിച്ച് ന്യായപ്രമാണം ക്രിസ്തുവിൽ ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. അങ്ങനെ ആയിരിക്കെ ന്യായപ്രമാണത്തെ കുറിച്ച് പിന്നത്തതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്. എബ്രായ ലേഖനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തില് നമ്മൾ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ അവരോട് പുതിയ ഉടമ്പടി ചെയ്യും. 16-ാം വാക്യം: ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം എങ്ങനെയാകും? എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പിന്നെ ന്യായപ്രമാണത്തെ ഹൃദയങ്ങളിൽ എഴുതും എന്നാണ്. അപ്പൊ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടു. ഹൃദയത്തിൽ ന്യായപ്രമാണം എഴുതി. ഇപ്പോൾ പുറമേ ഉള്ള പ്രമാണം കേട്ടല്ല അവരനുസരിക്കുന്നത്, ഹൃദയത്തിൽ നിന്ന് ആ ന്യായപ്രമാണത്തെ കേട്ട് ഹൃദയപ്രകാരം അവരനുസരിക്കാനാണ്. അപ്പൊ ഹൃദയത്തിൽ നിന്ന് അവരില് ന്യായപ്രമാണത്തിന്റെ ശബ്ദം ഉയർന്നു വരുന്ന നിലയിൽ അവരുടെ ഹൃദയങ്ങളിൽ എഴുതി. നമുക്കറിയാം, യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാണ്: എന്റെ ദാസനായ മോശ കൽപ്പിച്ചതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഞാൻ ചെയ്യുന്ന ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ നിവർത്തിപ്പാൻ തക്കവണ്ണം അത് നിന്റെ അധരത്തിൽ നിന്ന് മാറരുത്, ഹൃദയത്തിൽ നിന്ന് മാറരുത്, ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ നീ ചെല്ലുന്നിടത്തൊക്കെ കൃതാർത്ഥനായിരിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പൊ ന്യായപ്രമാണത്തെ അവരുടെ കൈ കൊടുത്തിട്ട് അതെല്ലാം അനുസരിച്ച് കൃതാർത്ഥനായിരിക്കാനായിട്ട്, സക്സസ് ആകാനായിട്ട് കർത്താവ് അവർക്ക് കൊടുത്തത്. പക്ഷെ ഇവിടെ കർത്താവ് ഞാനൊരു പുതിയ നിയമം ചെയ്യും, എന്റെ പ്രമാണത്തെ ഞാൻ അവരുടെ ഉള്ളിലാക്കും, അവരുടെ ഉള്ളിലാക്കും. ചേർന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്: അവരുടെ ഹൃദയത്തിൽ എഴുതും. അവിടെ എങ്ങനെയാണ്? ഈ ഹൃദയത്തിൽ എഴുതുമെന്ന് ആ വാക്യം നമ്മളോട് വായിക്കുമ്പോൾ ഗലാത്യ ലേഖനത്തിന്റെ 4-ാം അധ്യായത്തില് നമുക്ക് ഒരു വാക്യം ഇങ്ങനെ വായിക്കാൻ സാധിക്കും. ഗലാത്യ ലേഖനത്തില് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. ആരെയാണ്? ന്യായപ്രമാണത്തിന്റെ കീഴിലുള്ളവർ വിലയ്ക്ക് വാങ്ങി. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം: അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ വിലയ്ക്ക് വാങ്ങി, നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. ആരെയാണ്? അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ. അപ്പൊ സുപുത്രന്റെ ആത്മാവിനെ അവരുടെ ഉള്ളിൽ പകർന്നു. എന്തിനാണെന്നറിയാമോ? അബ്ബാ പിതാവ് എന്ന് വിളിക്കുവാനും പുത്രത്വത്തിൽ നിലനിൽക്കാനുമായിട്ട് അവരിലേക്ക് കർത്താവ് പകർന്നത് ഹൃദയത്തിലേക്ക് തന്റെ ആത്മാവിനെ പകർന്നു. അപ്പൊ ആത്മാവിനാൽ അവരിൽ ഉണ്ടായ പ്രത്യേകത എന്താണെന്നറിയാമോ? പുത്രത്വമുള്ളവരായിട്ട് അവർ മാറി. പുത്രന്മാരെന്ന പദവിയിലേക്ക് അവർ എത്തിത്തീർന്നു. പ്രൈസ് ഗോഡ്. പുത്രത്വത്തിലേക്ക് അവർ. അപ്പൊ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പുത്രത്വം അത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നൽകപ്പെട്ടതാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവ്. എന്നാൽ നമ്മൾ വായിച്ചല്ലോ, എബ്രായ ലേഖനം അതിന്റെ 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതും. നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടത് ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുക. നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു ആത്മാവിനെ. നമുക്ക്
എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ 36 അധ്യായം അതിന്റെ 26 വാക്യം 27 വാക്യം. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36 അധ്യായം 26 വാക്യം 27 വാക്യം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസലമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യമാണ്. നിങ്ങൾ പരമാവധി ശ്രമിച്ചതാണ് ഇത് ചെയ്യാനും അനുസരിക്കാനും ഒക്കെ, പക്ഷെ നടന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ പകരുന്നത് എൻ്റെ ആത്മാവിനെയാണ്. അപ്പോഴവിടെ ഇതുവരെയും അവരോട് പറഞ്ഞ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവൻ ഇതിനാൽ ജീവിക്കും, കൽപ്പനകളെ അനുസരിക്കുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന് അവിടെ പറഞ്ഞപ്പോൾ കർത്താവ് എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തില് അതിന്റെ 37 അധ്യായത്തിന്റെ 14 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളിൽ എൻ്റെ ആത്മാവിനെ പകർന്നിട്ട് നിങ്ങളെ ജീവിക്കത്തക്കവണ്ണം നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ പകർന്ന് നിങ്ങളെ നിർത്തും. പ്രൈസ് ഗോഡ്. അപ്പൊ ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ, ആമേൻ. ആത്മാവിനെ പകർന്ന് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ, എൻ്റെ പ്രമാണങ്ങളിൽ നടക്കുമാറാക്കും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പകർന്ന് എൻ്റെ പ്രമാണത്തിൽ നിങ്ങളെ നടക്കുമാറാക്കും. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം ഇതാണ്. പരിശുദ്ധാത്മാവിനാല് നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന പ്രമാണം, നമ്മുടെ ഉള്ളിലേക്ക് പകരപ്പെട്ടിരിക്കുന്ന ആത്മാവിന്റെ പ്രമാണം, നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്ന പ്രമാണം. അതായത് യോശുവയോട് കർത്താവ് പറഞ്ഞു, നീ എൻ്റെ ന്യായപ്രമാണത്തെ, എൻ്റെ ദാസനായ മോശയിലൂടെ ഞാൻ നൽകിയ ന്യായപ്രമാണത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? രാവും പകലും ധ്യാനിക്കണം, ഹൃദയത്തിൽ ധ്യാനിക്കണം. അത് ഹൃദയത്തിൽ നിന്ന് വിട്ടുകളയരുത്, അത് ധ്യാനിക്കണം. എങ്കിൽ നീ കൃതാർത്ഥനായിരിക്കും. ന്യായപ്രമാണം എല്ലാം അനുസരിച്ച് നിനക്ക് നടക്കാൻ സാധിക്കണമെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഇത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. അതാണ് അവിടെ വചനത്തിൽ പറഞ്ഞ നിന്റെ ഹൃദയത്തിൽ അത് ധ്യാനിക്കണം. അങ്ങനെയാണ് യോശുവ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെയാണ് അതിന്റെ യോശുവയുടെ പുസ്തകം അതിന്റെ 1 അധ്യായത്തിന്റെ 8 വാക്യം: ഈ ന്യായപ്രമാണത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്, അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെ പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധ്യമാവും. അപ്പൊ നിന്റെ ഹൃദയത്തിൽ ഇത് ധ്യാനിക്കണം. ഹൃദയത്തിൽ നീ ധ്യാനിക്കുന്നത് ഹൃദയത്തിൽ പകർന്ന ആത്മാവായി, പകർന്ന പ്രമാണമായി മാറുമ്പോഴാണ് നിനക്ക് ഇത് പ്രകാരം നടക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു മാറ്റം, ഒരു അത്ഭുതം വേണമെങ്കിൽ അതിനാദ്യം മാറേണ്ടത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം മാറുമ്പോഴാണ് നമ്മുടെ സകല മേഖലകളിലെ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ അടിസ്ഥാനപരമായി വളരെ പ്രധാനമായി മാറേണ്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഹൃദയം മാറുമ്പോൾ മറ്റുള്ളവ തന്നെ മാറും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നമ്മുടെ ഹൃദയം നമുക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? നമുക്ക് മാറ്റാൻ സാധിക്കാത്തത് കൊണ്ട് പിതാവായ ദൈവം തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു, നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുക. ഇവിടെ ഹൃദയത്തിൽ തൻ്റെ ആത്മാവിനെ പകർന്നതിലൂടെ കർത്താവ് എന്താണ് നമ്മുടെ ഉള്ളിൽ ഇട്ടതെന്ന് അറിയാമോ? തൻ്റെ പ്രമാണത്തെ നമ്മുടെ ഉള്ളിലാക്കി. അപ്പൊ ദൈവം തൻ്റെ പ്രമാണങ്ങളെല്ലാം കൽപ്പനകളായി കൽപ്പനയിൽ എഴുതി കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് അനുസരിക്കണം, ഇതുപോലെ ചെയ്യണം, ചെയ്താൽ നിങ്ങൾ മാനിക്കപ്പെടും. അതായിരുന്നു കർത്താവ് അവർക്ക് കൊടുത്തിരുന്ന ആദ്യത്തെ പ്രമാണം. ആ കൽപ്പനകൾ അവരനുസരിക്കാനായിട്ട് അവരാൽ ആവോളം ശ്രമിച്ചു, പക്ഷെ അവർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ പ്രമാണത്തെ കൽപ്പലകയിൽ നിന്ന് മാറ്റി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അവരുടെ ഹൃദയങ്ങളിൽ എന്തിനെയാണ് ഞാൻ പകർന്നത്? എൻ്റെ ആത്മാവിനെ പകർന്നിരിക്കുക, എൻ്റെ ആത്മാവിനെ. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നാം അനുസരിച്ച് നടക്കേണ്ടത് പുറമേ എവിടെയോ എഴുതി വെച്ചിരിക്കുന്ന പ്രമാണത്തെ അല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ പ്രമാണത്തെ അനുസരിച്ച് നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ഉള്ളവരല്ല. ഹല്ലേലൂയ. കാരണം ഇപ്പോൾ പ്രമാണം വായിച്ചല്ല നിങ്ങൾ ശരിയാവണ്ണം ജീവിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിനെ ശ്രദ്ധിച്ചു കേട്ട്, ആത്മാവിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ശരിയാവണ്ണം ജീവിക്കുക.
അപ്പോൾ ആത്മാവിനാൽ നാം ജീവിക്കുമ്പോൾ നാം അറിയേണ്ട കാര്യം, ദൈവത്തിന്റെ ജീവനാണ് ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത്. ആത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ജീവനാണ്. ദൈവത്തിന്റെ ലൈഫ് ഓഫ് ഗാഡ് ഈസ് ഇൻ അസ്. ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലിരിക്കുക. ലൈഫ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ ജീവൻ. അതെ, ഹല്ലേലൂയ. ഒരു വിധത്തിലും ഹല്ലേലൂയ നിങ്ങളെ തകർക്കാൻ കഴിയാതെ, പിശാചിനോ ശാപത്തിനോ രോഗത്തിനോ ഒന്നിനും തകർക്കാൻ കഴിയാതെ വേണം ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിലിരിക്കുക. ദിസ് ലൈഫ് ഓഫ് ഗാഡ് ഈസ് ഇൻ യു. ഹല്ലേലൂയ. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ചില കാര്യങ്ങളിൽ നമ്മൾ പരിശ്രമിക്കാറുണ്ട്, എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാനായിട്ട്, എങ്ങനെങ്കിലും നന്നാകാനായിട്ട് തീരുമാനങ്ങൾ എടുക്കും. നമ്മൾ പരിശ്രമിക്കും, ഓടും, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പരിശീലനങ്ങൾ, വ്യായാമങ്ങൾ, എക്സസൈസ്, പല കാര്യങ്ങളും ചെയ്യും. എങ്ങനെയെങ്കിലും അത് ചിലപ്പോൾ അതിന് പറ്റുന്ന എങ്ങനെ സ്വഭാവത്തെ ക്രമീകരിക്കാം, എങ്ങനെ നല്ല സ്വഭാവങ്ങൾ ഏതൊക്കെയാണ്, നമ്മൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു പഠിക്കും. പക്ഷേ ജീവിതത്തിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം ആയിത്തീരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ആമേൻ ആ മേഖലകളിൽ സഹായകനായി മനസ്സിലാക്കിയാൽ അല്ലാതെ സാധ്യമല്ല. പരിശുദ്ധാത്മാവ് ജീവന്റെ ആത്മാവ്. ഹല്ലേലൂയ. നമ്മളെ പുത്രത്വത്തിലേക്ക് നയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവാണ് നമ്മളെ പുത്രന്മാരെന്ന നിലയിലാക്കി നിർത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാണ് നാം ദൈവത്തിന്റെ മക്കളായി മാറിയത്. പരിശുദ്ധാത്മാവിനാണ് നാം അനുഗ്രഹം പ്രാപിച്ചത്. പരിശുദ്ധാത്മാവിനാണ് നാം പുത്രത്വം, നമ്മുടെ മക്കൾ എന്ന പദവിയോടെ നിൽക്കാൻ കാരണം ആമേൻ പരിശുദ്ധാത്മാവ്. അപ്പം പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു പദവി നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെ വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണും. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള അറിവിനെ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ കാണും. നമുക്ക് ഇവിടെ വചനത്തിൽ വായിക്കാൻ കഴിയുന്നത്, എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം 26-ാം വാക്യം 27-ാം വാക്യം, എന്റെ പ്രമാണത്തെ നിങ്ങളുടെ ഉള്ളിലാക്കി എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. എബ്രായ ലേഖനം 10-16 വാക്യം അത് തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്നത് എന്തിനാണ്? ഹൃദയത്തിൽ പകർന്നിരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവ്. പുത്രത്വത്തിന്റെ ആത്മാവിനെ കുറിച്ച് അവിടെ പറയുമ്പോൾ നമുക്ക് റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. എവിടെയാണ്? നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനെയാണ് നമ്മൾ പകർന്നത്? ആത്മാവിൽ എന്താണ് നമ്മളിലേക്ക് പകർന്നിരിക്കുന്നത്? ദൈവത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവർ, ഇവിടെ നാം പ്രമാണിച്ച് നടക്കേണ്ട പ്രമാണം ഏതാണെന്നറിയാം? ഒറ്റ കാര്യമേ ഉള്ളൂ, സ്നേഹം. സ്നേഹത്തിൽ വസിക്കുക. അതാണ് നമ്മൾ വായിച്ചതായ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൽ വലുതായ വേറൊരു കൽപ്പനകളും ഇല്ല. സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വിഷയത്തില് കർത്താവ് കൽപ്പനകളെ മുഴുവൻ ഒതുക്കി. കൂട്ടുകാരനെ, അയൽക്കാരനെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. ആ സ്നേഹത്തിനകത്ത് സകല കൽപ്പനകളും അതിന്റെ ഉള്ളിലേക്ക് വന്നു, അതിനകത്ത് വന്നു സകല കൽപ്പനകൾ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി നിവർത്തിക്കപ്പെടാനായിട്ട് ഹല്ലേലൂയ ഇന്ന് കൽപ്പനകളെ നമ്മുടെ ഉള്ളിൽ പകർന്നു വെച്ചിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഏത് നിലയിൽ നമ്മൾ പോകുന്നവരാണെങ്കിലും നമ്മുടെ ഉള്ളിലെ കൽപ്പനകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സേഫാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ വളരെ പ്രധാനമായ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത്, ആമേൻ, നിങ്ങൾ ഇത് ചെയ്താൽ ഇത് നിമിത്തം ജീവിക്കപ്പെടും. എന്നാൽ വചനത്തിൽ പറയുന്നത്, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങൾ ജീവിപ്പിക്കും. നിങ്ങളെ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിരിക്കും. അപ്പൊ ഈ ആത്മാവിനാൽ നിങ്ങൾ ജീവിക്കാനായിട്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ അധിഷ്ഠിതമായ ഒന്നിൽ നിന്ന് മാറ്റി ആത്മാവിൽ അധിഷ്ഠിതമായ ജീവനെ നമുക്ക് തന്നിരിക്കും. അപ്പൊ അവിടെ വളരെ പ്രധാനമായ ഒരു കാര്യം നാം ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. പഴയ നിയമ പ്രമാണത്തിൽ എഴുതപ്പെട്ട അക്ഷരത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്:
നിങ്ങൾ നിവർത്തിക്കണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് ജീവൻ പ്രാപിക്കാനുള്ള സാധ്യതയില്ല. നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ചെയ്യണം. എന്നാൽ സ്നേഹത്തെ നമ്മുടെ ഉള്ളിലേക്ക് പകർന്നു എന്ന് പറയുമ്പോൾ ഏതോ ഒരു വികാരത്തെ പകർന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനതീതമായിട്ട് ഹല്ലേലൂയ ആമേൻ, ദൈവം ചെയ്ത് നിവർത്തിച്ച ഉറപ്പാണ് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ എഴുതപ്പെട്ട കൽപ്പന എന്താണെന്നറിയാമോ? ലവ്, സ്നേഹം. അതായത് ഇത് കർത്താവിന്റെ പ്രമാണം. അതായത് നാം ചെയ്തു തീർക്കുന്ന, നാം ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തെ കുറിച്ചല്ല നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനാൽ നമ്മളെ ഇൻഫോം ചെയ്യുന്നത്. നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? ഗോഡ് ലവ്സ് യു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. അതാണ് റോമർ 5:5 കാണുന്നത്. അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ ദൈവം തന്റെ സ്നേഹത്തെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുക. അപ്പൊ ആത്മാവിനാൽ നമുക്ക് തരുന്ന വലിയ സന്ദേശം എന്താണെന്നറിയാമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ എന്റെ പുത്രനാണ്, എന്റെ മകനാണ്. പാപവും ശിക്ഷയും ശാപവും തകർച്ചയും പ്രാപിച്ച് തകർന്നു പോകാനുള്ള വിളി അല്ല നിന്റെ മേൽ കിടക്കുന്നത്. നിന്റെ മേൽ കിടക്കുന്ന വിളിയുടെ അടിസ്ഥാനം അനുസരിച്ച് ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന ബോധ്യത്തിൽ നീ എഴുന്നേൽക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നെന്ന ബോധ്യത്തിൽ അവകാശിയാണെന്നുള്ള നിലയിൽ നിൽക്കുക. അതാണ് ആമേൻ പുതിയ നിയമ പ്രമാണം അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും വലിയ കൽപ്പന. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. അതായത് നമ്മളെപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഓരോ സ്റ്റെപ്പുകളിലും നാം അറിയേണ്ടതായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഗോഡ് ലവ്സ് മീ. അതായത് പ്രിയപ്പെട്ടവരെ, ആ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നൊരു ബോധ്യം ഒരാളുടെ ഉള്ളിൽ വരുമ്പോൾ ഒരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഒരു വ്യക്തിയുടെ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പാപത്തിലേക്ക് വീഴാൻ കാരണം അവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തത് പലരും അവർ പാപത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന് സംതൃപ്തി ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും തെറ്റുകളിലേക്ക് വീണു പോകുന്നത്. എന്നാൽ അവൻ എന്നെ ദൈവം സ്നേഹിക്കുന്നു, എന്റെ ഗുണവും എന്റെ നല്ല ഭാവവും നല്ല സ്വഭാവവും കണ്ടിട്ടല്ല, എന്റെ കുറവുകൾക്ക് അതീതമായി, എന്റെ ബലഹീനതകൾക്ക് അതീതമായി, എന്റെ നല്ല സ്വഭാവത്തിന് അതീതമായി ഗോഡ് ലവ്സ് മീ. എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ ബോധ്യം ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുമ്പോൾ പാപം ചെയ്യാൻ സാധ്യമല്ല. അതായത് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അക്സെപ്റ്റൻസ്, ഒരു അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. നിങ്ങൾ അംഗീകരിക്കപ്പെട്ടവരാണ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരാണ്. ആമേൻ. ഒരു ഉന്നതനായ ഒരു വ്യക്തി നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ സന്തോഷമായിരിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടിയാൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടിയാൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കൊരു അംഗീകാരം കിട്ടിയാൽ നിങ്ങൾ എത്രത്തോളം അഭിമാനിക്കുക, എത്ര സന്തോഷമുള്ളവരായിരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അംഗീകരിച്ചിരിക്കുക. അതാണ് നിങ്ങളുടെ അകത്തെഴുതപ്പെട്ട പ്രമാണത്തിലൂടെ ദൈവത്തിന് പറയാനൊരു കാര്യമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതുവരെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുക എന്നാണ്, നിങ്ങൾ ചെയ്യുക എന്നാണ്. ഇവിടെ എനിക്ക് പറയാനുള്ള പ്രമാണം ഇത്രേ ഉള്ളൂ. ഞാൻ ചെയ്തിരിക്കുന്നു. നിന്നെ സ്നേഹിച്ച് നിന്റെ പാപത്തിന് വില കൊടുത്തു, നിന്റെ രോഗത്തിനും ശാപത്തിനും വില കൊടുത്തു. നിന്റെ മേൽ ഇനി ശാപം വാഴത്തില്ല, നിന്റെ മേൽ ഇനി രോഗം വാഴത്തില്ല, നിന്റെ മേൽ ഇനി പ്രതികൂലം വാഴത്തില്ല. ഇതുവരെ നിന്നെ തകർത്തുകൊണ്ടിരുന്ന ഒന്നിനും നിന്നെ ഇനി വാഴാൻ സാധ്യമല്ല എന്ന സന്ദേശമാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവചനത്തിലൂടെ ഹല്ലേലൂയ നമ്മുടെ ഉള്ളിലെഴുതിയ കൽപ്പനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നവരാണെങ്കിലും, നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങളുടെ സാഹചര്യം എന്തുമാകട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്തൊരു ബോധ്യം ഉണ്ടായിരിക്കണം. നിങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല, നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല, നിങ്ങളെ ആരും മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. യെസ്. പക്ഷേ ആമേൻ, നിങ്ങൾ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ നിൽക്കുമ്പോൾ, ദൈവത്താൽ നിങ്ങൾ അംഗീകരിക്കപ്പെട്ടവരാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ എവിടെ നിൽക്കാൻ തുടങ്ങുന്നു, അവിടെ മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങൾ മറ്റുള്ളവരുടെ സ്നേഹം പ്രതീക്ഷിക്കുന്നവരായിട്ടായിരിക്കത്തില്ല, നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങും. ഒരു വ്യക്തി ഇനിഷ്യേറ്റീവ് എടുത്ത് അവര് മുൻകൈ എടുത്ത് നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്തില്ല, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. കാരണം നിങ്ങളുടെ അകത്തൊരു അംഗീകാരമുണ്ട്, ഒരു ഉറപ്പുണ്ട്, ഞാൻ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവനാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊന്ന് തിരിച്ചറിയാമോ? ദൈവത്തെ ഒന്ന് തിരിച്ചറിയാമോ? നിബന്ധനയില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തെ, നിബന്ധനകളില്ലാതെ നിങ്ങളെ അംഗീകരിച്ച് ദൈവത്തെ തിരിച്ചറിയാമോ? നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറി നിങ്ങൾ അത്ഭുതം പ്രാപിക്കാൻ വേറെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട. ഇതൊന്നും മനസ്സിലാക്കിയാൽ മതി. God loves me. ദൈവം എന്നെ സ്നേഹിക്കുന്നു. എന്തിനേക്കാളും എല്ലാറ്റിനേക്കാളും ആഴമായി God loves me.
ആ തിരിച്ചറിവ് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ പരിപൂർണമായി മാറാനായിട്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആമേൻ ആത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ അവന്റെ പ്രമാണത്തെ ഇട്ടിരിക്കുക. എന്ത് പ്രമാണമാണെന്നറിയാമോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ആ ബോധ്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രമാണമല്ലിത്. അവൻ ചെയ്തു കഴിഞ്ഞതിനാൽ ഹല്ലേലൂയ ആമേൻ നിങ്ങൾ അതിൽ വാഴുക എന്നതാണ് ഈ പ്രമാണത്തിന്റെ ഉദ്ദേശം. അതായത് ഹല്ലേലൂയ, നിങ്ങൾ അവനെ സ്നേഹിച്ച് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ടല്ല. ഹല്ലേലൂയ ആമേൻ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ആ സ്നേഹത്തെ തിരിച്ചറിയുക എന്നത് മാത്രമാണ് ഈ പ്രമാണത്തിന്റെ പ്രധാന ലക്ഷ്യം. വീണ്ടും ഒന്നുകൂടെ ഞാൻ പറയാം, അവനെ നിങ്ങൾ സ്നേഹിക്കാനായിട്ട് അവന് വേണ്ടി കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്ന് നിങ്ങളെ നിർബന്ധിക്കുന്ന പ്രമാണമല്ലിത്. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട്, അവൻ നിങ്ങളെ സ്നേഹിച്ച് പുത്രനെ പോലും നിങ്ങൾക്ക് വേണ്ടി തന്നതുകൊണ്ട് ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുക എന്നത് മാത്രമാണ് പുതിയ നിയമത്തിന്റെ പ്രമാണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഒരു ദിവസങ്ങളിൽ ആ സ്നേഹത്തെ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ രോഗം മാറിപ്പോയി, നിങ്ങളുടെ ശാപം മാറിപ്പോയി, നിങ്ങളുടെ പ്രതിസന്ധികൾ മാറിപ്പോയി, നിങ്ങളുടെ ദാരിദ്ര്യം മാറിപ്പോയി. നിങ്ങളെ ആർക്കും ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായി മാറി എന്ന ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിലപ്പ ഹല്ലേലൂയ. ജീവിതത്തിനകത്ത്, കുറ്റബോധത്തിനകത്ത്, നിരാശയുടെ ഉള്ളില് ആമേൻ എല്ലാവരിൽ നിന്നും വേർപെട്ട് മാറി നിന്ന് തങ്ങളെ തന്നെ ശപിച്ചും തങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിയും കഴിയുന്നവരെന്നെ കാണുന്നുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നപ്പം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഹല്ലേലൂയ അംഗീകാരമില്ലായ്മയുടെ ചിന്ത മാറട്ടെ. നീ അങ്ങ് അവരെ അംഗീകരിച്ചെന്നും അങ്ങ് അവരെ സ്നേഹിക്കുന്നു ആഴമേറിയ ബോധ്യത്തോടുകൂടെ ഇന്ന് കർത്താവിൽ നിൽപ്പാൻ, കർത്താവിൽ വാഴുവാൻ, കർത്താവിൽ വസിപ്പാൻ അവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവിൽ ഒരു അനുഗ്രഹപാത്രമായി തീരട്ടെ, അനുഗ്രഹമായി നിൽക്കട്ടെ, അനുഗ്രഹമായി നിൽക്കട്ടെ. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിന്റെ ദൈവ സ്നേഹം, ദൈവ ശക്തി, ദൈവ കൃപ, ദൈവിക മഹത്വത്തെ അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ അയക്കുന്ന കർത്താവെ ഒരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. എല്ലാ മേഖലകളിലും കർത്താവെ അവരുടെ ജീവിതത്തിൽ മുറിവുകളേറ്റവർ, ഹൃദയത്തിൽ മുറിവുകളേറ്റവരുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ അവരുടെ ഉള്ളിൽ പകർന്ന ദൈവസ്നേഹത്താൽ അവരുടെ ഹൃദയങ്ങളിലേറ്റ മുറിവുകൾ ഉണങ്ങട്ടെ. ദൈവിക സമാധാനം, ദൈവിക അംഗീകാരം അവർ പ്രാപിച്ച് കർത്താവിന്റെ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവെ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കൃപയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനം ഇത്രയുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു എന്ന് വെളിപ്പെടുത്താനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ല. അവൻ സ്നേഹിച്ച് നിങ്ങൾക്കായി ചെയ്തു എന്ന അറിവോടുകൂടെ ജീവിക്കുക എന്നതാണ്, ആ ബോധ്യത്തിൽ വാഴുക എന്നത് മാത്രമാണ് കർത്താവ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസത്തെയും എല്ലാ നിരാശകളെയും എടുത്തു മാറ്റി ധൈര്യത്തോടെ, സന്തോഷത്തോടുകൂടെ, ഉറപ്പോടുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നിങ്ങൾ അനുഗ്രഹമായി തീരും. നിശ്ചയമായിട്ടും. ഗാഡ് ബ്ലസ് യു. ആമേൻ.